ഹലോ നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഹെയ്സമ്മയുടെയും നമ്മുടെ കാത്തുക്കുട്ടിയുടെയും മാമോദിസയാണ് വരാൻ പോകുന്നത്. അപ്പം 2 പേരും മാമോദിസയ്ക്ക് വേണ്ടിയിട്ട് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞു മാലാഖമാരുടെ മാമോദീസ ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പം ഹെവൻലിനും കാത്ലീനും 2 പേരും ഇന്ന് മാമോദീസ മുങ്ങുവാണ്. ഈ ഷോപ്പയുടെ സ്വന്തമാകാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ മാമോദീസയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാ കാര്യവും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് അവരുടെ പേരെഴുതി ബോക്സിൽ തന്നെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒന്നും മറന്നു പോകാൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങളും ഒരുങ്ങി സുന്ദരിമാരൊക്കെ ആയിട്ട്, പക്ഷെ എല്ലാവരും വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പള്ളിയിലോട്ടാണ് വരാൻ പറഞ്ഞത്. കാരണം നമുക്ക് വീട്ടിൽ നിന്നൊരു ഫോട്ടോഷൂട്ട് എടുക്കാനൊന്നും ഒട്ടും ടൈമില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഫ്രണ്ട് അജേഷാണ് ഫോട്ടോയും വീഡിയോയൊക്കെ ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മളുടെ കുഞ്ഞാപ്പിമാരുടെ ഓരോ കൊഞ്ചിലും കുഴയിലും എല്ലാം കാണാം. അപ്പോൾ അവർ നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവാണ്. അപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവരുടെ മാമോദിസ മുക്കാനായിട്ട്. അപ്പോൾ 2 പേരും മാമോദിസ മുക്കി നമുക്ക് ഈശോയുടെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അവരുടെ നല്ലൊരു വളർച്ച അവർക്കുണ്ടാവട്ടെ എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 പേരും ഹാപ്പി ആയിട്ട് എന്നും ജീവിക്കാൻ അവർക്ക് പറ്റട്ടെ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ 2 കൺമണികളാണ് ഹെയ്സുവും കാത്തുവും. അപ്പോൾ ഹെയ്സുവും കാത്തുവും എവിടെ പോയാലും ട്വിൻസ് ആണെന്നാണ് ചോദിക്കുന്നത്. കാരണം അവരുടെ ഫേസ് കട്ടും എല്ലാം ഒരേപോലാണ്. നമ്മളങ്ങനെ പള്ളിയിലെത്തി. പള്ളിയിലെ ആചാരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഇവരിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്ക് ബുദ്ധിമാന്മാർ എന്നതിനേക്കാൾ ഇവർക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസയുടെ പാപക്കറകൾ കഴുകി ഇവർ പുതിയെന്ന് പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിൽ അവയുമായിത്തീരുന്ന ഇവർ ഉദാശകളുടെ സ്വീകരണം
എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ കടമത്തിൽ നിന്ന് മോചിതരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്രതയായിരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പലർക്കും മുദ്രതയായിരിക്കുന്നു. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്വം എപ്പോഴും ഞങ്ങളെ കാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട്
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. ആദ്യമായി തന്നെ പുണ്യകുഞ്ഞുങ്ങളെ നൽകിയ കുടുംബത്തെ അനുഗ്രഹിച്ച, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. കുഞ്ഞുമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് കരങ്ങൾ നീട്ടി എൻ്റെ ഓമന മക്കളെ രണ്ട് കരങ്ങളിലും എടുത്ത് തൻ്റെ മടിയിലിരുത്തി സഭാമാതാവിൻ്റെ പ്രിയ മക്കളാക്കി ഉയർത്തുകയാണ്, വളർത്തുകയാണ്. ഇതെങ്ങനെ സാധിക്കും? പ്രായമായ മനുഷ്യന് അമ്മയുടെ ഉത്തരവിൽ വീണ്ടും ജനിക്കാനാകുമോ? ഈ ചോദ്യവുമായിട്ട് നിങ്ങളൊരാളെ ആരെങ്കിലും സംബന്ധിച്ചാൽ എന്തായിരിക്കാം മറുപടി? സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ ഉണ്ണിക്കുഞ്ഞുങ്ങൾ സഭാമാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാം. ഒരു കുഞ്ഞ് അതിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ശരീരവും രക്തവും സ്വീകരിച്ച് വളരുന്നത് പോലെ സഭയുടെ നാഥനായ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് വളരുകയാണ് ഇനി മുതൽ ഈ ഉണ്ണിക്കുഞ്ഞുങ്ങൾ. കർത്താവ് പറഞ്ഞത്, കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, റൂഹ ഈ കുഞ്ഞുങ്ങളിലേക്ക് ആഞ്ഞു വീശുകയാണ്. സ്വർഗം താണിറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിലേക്ക് കുഞ്ഞു മക്കളെ ദൈവം അനുഗ്രഹിക്കുകയാണ്, ഉയർത്തുകയാണ്. സ്വർഗീയമായ നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിലേക്ക് ഈ കുഞ്ഞു മക്കളും ഒപ്പം കുടുംബവും കടന്നു വരുന്നു. ദൈവം വിളിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. വിശ്വാസം വഴി നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവോത്രന്മാരാണെന്നാണ്. ദൈവോത്രനും ദൈവോത്രയായി ലോകത്തിൽ ജീവിക്കുക, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? രണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവങ്ങളോട് കാണിക്കുന്നത്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നമ്മതിനെയാണ് താനും. ആ ദൈവമക്കളുടെ ആ പൂർണ്ണതയിലേക്ക് യോവന മക്കളെ ദൈവം ഉയർത്തുകയാണ്. പരിശുദ്ധാത്മാവിനെ നൽകി, അഭിഷേകം നൽകി, ശരീരവും രക്തവും നൽകി തന്റെ സ്വന്തമാക്കി തീർക്കുകയാണ്. ക്രിസ്ത്യൻ ജീവിത പൂർണ്ണതയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ദൈവം നയിക്കുകയാണ്. കുഞ്ഞുമക്കളിലേക്ക് ദൈവം ധാരാളമായി ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. നയിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ ആരോഗ്യവും ഭൗതികമായ എല്ലാ നന്മകൾ നൽകി അനുഗ്രഹിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ജ്ഞാനസാര മാതാപിതാക്കൾക്ക് നൽകണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ അവരുടെ സഹിഷ്ണുതയെ ആത്മീയ നന്മകൾ നൽകി വിജയിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കർത്താവേ, നിന്റെ കൽപ്പനയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ തർക്കമാക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും ഒരേടേക്ക് കടാലയത്തിൽ വന്നു ചേരുന്ന നിന്റെ രക്ഷാകൃതം വേഗം സഞ്ചാരമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ ഭൂതാശ പരിശുദ്ധാത്മാവിന്റെ ജനനത്താൽ ഇവർക്ക് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും. കരുണാനിധ്യാലയമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേയങ്ങളുമായി നിലപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനോ അങ്ങേ ദോഷം ദുരിതപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധന സമർപ്പിക്കുവാൻ ഞങ്ങളെ യുഗാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു.
കാർമികൻ തനിക്ക് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ചുകൊണ്ടുകയും ചെയ്യുന്നതായി നിന്റെ സമയം ചെയ്യുവാൻ വിനീതനായി ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയെ പൂർത്തിയാക്കുവാൻ വേണ്ടി മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ത്രീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂടാശതാവെ പ്രകടനം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിലെയും നാഥായനേക്കും നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാമധാരണ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, വാഗ്ദാനം വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവനും മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് വസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിനും ആത്മാവിനും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുകയും യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ മുതലമായി തീരുവാൻ ഈ ജനപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധതൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ സമർപ്പിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ സമർപ്പിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവേ, ഈശോമിശിഹായെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപം ആയിരിക്കട്ടെ. ഈശോമിശിഹായെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപം ആയിരിക്കട്ടെ. പരവാനായ
ആശ്രയിക്കുവാനും ശക്തരാകട്ടെ. ലോകത്തിനങ്ങളെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷമിക്ക് സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിനെ പൂർണ്ണരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് വിശുദ്ധായിട്ട് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണ്ണതയാൽ കാർമ്മയും ഈ ദാസ്യങ്ങളെ മുദ്രാവാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായ ദൈവം നിജീവിതനെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയുടെ ശുദ്ധിയുടെ കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ത്രീയന്മാരെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തുന്ന കാരണത്തെയാണെന്ന് പറയുന്നു. സ്ത്രീകന്മാരുടെയും അവരുടെ കാമികളുടെയും കൈവഴി പരിശുദ്ധാത്മാവിന്റെ ദാനം സമയം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഈ ദിവ്യദാനങ്ങളെ ഈ എളിയദാസരായ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിത്യജീവിതത്തിലുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഇവരെ മുദ്രതയാക്കണമേ. ആബാ പിതാവേ എന്നങ്ങ് വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഇവർക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികളും സഭയുടെ വിശ്വസ്തദാസരുമായി ജീവിക്കാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസമീപനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണയാത്രയിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഇവർ അർപ്പിച്ചിരിക്കുന്ന നാമജീവനോടെ കവചവും ശത്രുവിനെ ഉപദ്രവങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിക്കട്ടെ. നിശ്ചയാരുടെ ജീവിതം പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായ സർക്കാർ
ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ ഇവരെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുന്ന കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഇവരെ നിറവേറ്റി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മക്കളെ മിശിഹായുടെ കൂട്ടവകാശികളും പരിശുദ്ധാത്മാവിനെ കൃപാവർത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവർ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും യോസേഫിന്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലേഹന്മാരുടെയും സാക്ഷിയുടെയും സർവസ്വരുടെയും സ്തർമ്മോത്സാമയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടത് മധ്യസ്ഥനായ സ്തഫാനോസിന്റെയും പ്രാർത്ഥനയെ ശില്പികളെ സഹായിക്കുമാറാവട്ടെ. അവരുടെ നാമത്തിന് കാരണമുതലാൽ വിസ്തൃത ജീവിതമാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തപുത്രരായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങൾ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതരായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വന്തം സൗഭാഗ്യത്തിന് അവകാശീയമായിത്തീരുന്നത് വരെയും ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവനമാതൃകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.